ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവ്. ജൈനമ്മയെ പരിചയമുണ്ടായിരുന്നുവെന്ന് സെബാസ്റ്റ്യൻ സമ്മതിച്ചു. സെബാസ്റ്റ്യന്റെ കോട്ടയത്തെ ഭാര്യ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. ഇവിടെ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് നിർണായക തെളിവുകൾ ലഭിച്ചുവെന്നാണ് വിവരം. മറ്റ് സ്ത്രീകളുടെ തിരോധാനങ്ങൾ കൃത്യമായ ഇടവേളകളിലാണെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട്. തുടർച്ചയായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ജൈനമ്മയെ പരിചയമുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞത്. ഒരു പ്രാർത്ഥനാ സംഘത്തിൽ ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് പരിചയപ്പെട്ടതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ തിരോധാനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് സെബാസ്റ്റ്യൻ മറുപടി പറഞ്ഞിട്ടില്ല. സെബാസ്റ്റ്യൻ നൽകുന്ന പരസ്പര വിരുദ്ധ മൊഴികൾ അന്വേഷണത്തെ വഴിതെറ്റിക്കാനാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. 2012 ശേഷം സാമ്പത്തിക ഇടപാടുകൾ ബാങ്കിലൂടെ നടത്തിയിട്ടില്ല. പണം കയ്യിൽ കൊണ്ടു നടന്നാണ് കാര്യങ്ങൾ നടത്തിയിരുന്നതെന്നും അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. ബിന്ദു തിരോധാനത്തിന് ശേഷമാണ് സെബാസ്റ്റ്യൻ ഈ നീക്കം നടത്തിയത്. ഇതിനിടെ കോട്ടയത്തെ സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ വീട്ടിൽ പരിശോധന നടത്തി. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കാറിൽ നിന്നും കത്തിയും ഡീസൽ വാങ്ങാൻ ഉപയോഗിക്കുന്ന ക്യാനും കണ്ടെത്തി. ഇതിന്റെ ഫോറൻസിക് പരിശോധന നടന്നുവരികയാണ്. മാസങ്ങൾക്ക് മുമ്പ് സെബാസ്റ്റ്യൻ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്നിട്ടതാണ് ഈ വാഹനം. 6 വർഷത്തെ ഇടവേളയിലാണ് സ്ത്രീകളെ കാണാതായതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിലെ കാരണവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. 24 കോട്ടയം.